Soft Computing Module 5. Syllabus: Truth tables and tables in fuzzy logic, fuzzy propositions, formation of fuzzy rules, decomposition of rules, aggregation of rules, fuzzy interface systems, Mamdani and Sugano type, neurofuzzy hybrid systems and classification. So first, truth values and tables in fuzzy logic. First term, linguistic variables. Natural language വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നു. ഫസി ലോജിക് യൂസസ് ലിംഗ്വിസ്റ്റിക് വേരിയബിൾസ്. വേർഡ്സും സെന്റൻസസ് ഒക്കെയാണ് ലിംഗ്വിസ്റ്റിക് വേരിയബിൾ എന്ന് പറയുന്നത്. സോ ഇറ്റ് പ്രൊവൈഡ്സ് അപ്രോക്സിമേറ്റ് ക്യാരക്ടറൈസേഷൻ ഓഫ് എ കോംപ്ലെക്സ് പ്രോബ്ലം. ഒരു കോംപ്ലെക്സ് പ്രോബ്ലത്തിന് പ്രോപ്പറായിട്ട് ക്യാരക്ടറൈസ് ചെയ്യാനായിട്ട് ലിംഗ്വിസ്റ്റിക് വേരിയബിൾസിന് പറ്റും. ഇതിന് മെയിനായിട്ടും വേരിയബിള്, യൂണിവേഴ്സ് ഓഫ് ഡിസ്കോഴ്സ് ആൻഡ് ഫസി സബ്സെറ്റ് ആണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റാണ് ഇവിടെ 4 കാര്യങ്ങൾ: നെയിം, ടേം സെറ്റ്, സിൻടാക്റ്റിക് റൂൾ ആൻഡ് സെമാൻറ്റിക് റൂൾ. അപ്പോൾ നെയിം എന്ന് പറയുന്ന എക്സ്, അതിൻ്റെ ടേം സെറ്റ് ടി ഓഫ് എക്സ്, അതിന് സിൻടാക്റ്റിക് റൂള്, സിൻടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചർ, സെമാൻറ്റിക് എന്ന് പറഞ്ഞാൽ മീനിങ് അസോസിയേറ്റഡ് വിത്ത്, then linguistic hedges. So linguistic variable and linguistic hedges. Linguistic hedges also known as linguistic modifiers. Reasoning, proposition and negation. Reasoning has logic as its basis, whereas propositions are text sentences expressed in any languages. Reasoning എന്ന് പറഞ്ഞാൽ ബേസിക് ലോജിക്, പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് സെൻറ്റൻസസ് ആണ്, ലാംഗ്വേജിൽ പറയുന്ന ടെക്സ്റ്റ് സെൻറ്റൻസസ്. ഇപ്പോൾ ഒരു പ്രപ്പോസിഷനാണ്, ഒരു എക്സാമ്പിൾ പറയാം. അതിൻ്റെ കാനോണിക്കൽ ഫോം എന്ന് പറഞ്ഞാൽ ZSP എന്നാണ്. എക്സാമ്പിൾ: റാം ഈസ് ഗുഡ്. ദാറ്റ് ഈസ് ZSP, റാം ഈസ് ഗുഡ്. ഹിയർ Z ഈസ് ദ സബ്ജക്റ്റ് ആൻഡ് P ഈസ് ദ predicate that designs the characteristics of subject. So here ram is good. Ram is good. So ram subject, good is the predicate. Every proposition has its opposite called negation. Ram is good, ram is not good. So every proposition has its opposite. അതിന് പറയുന്ന പേരാണ് negation. Truth tables define logic functions of two propositions. A എന്ന് പറഞ്ഞ പ്രപ്പോസിഷൻ, ബി എന്ന് പറഞ്ഞ പ്രപ്പോസിഷൻ, അതിൻ്റെ ലോജിക് ഫങ്ഷൻസിനെയാണ് നമ്മൾ ട്രൂത്ത് ടേബിൾസ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ആൻഡിൻ്റെ, ഓറിൻ്റെയൊക്കെ ട്രൂത്ത് ടേബിൾസ് പഠിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ ട്രൂത്ത് ടേബിളിന് മെയിനായിട്ട് 2 വാല്യൂസ് ആണുള്ളത്: ട്രൂ ഓർ ഫോൾസ്. ബേസിക് ലോജിക് ഓപ്പറേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കൺജങ്ഷൻ, അതായത് എക്സ് ആൻഡ് വൈ. സെക്കൻഡ് വൺ, ഡിസ്ജങ്ഷൻ, ദാറ്റ് ഈസ് എക്സ് ഓർ വൈ. റെപ്രസെൻറ്റേഷനും ശ്രദ്ധിക്കുക. കൺജങ്ഷൻ്റെ റെപ്രസെൻറ്റേഷൻ, ഡിസ്ജങ്ഷൻ്റെ റെപ്രസെൻറ്റേഷൻ. ദെൻ ഇംപ്ലിക്കേഷൻ ഓർ കണ്ടീഷണൽ, ദാറ്റ് ഈസ് ഈഫ് എക്സ് ദെൻ വൈ. ബൈ ഡയറക്ഷണൽ ഓർ ഈക്വലൻസ്, ദാറ്റ് ഈസ് എക്സ് ഈഫ് ആൻഡ് ഓൺലി ഈഫ് വൈ. ബൈ ഡയറക്ഷണൽ ആയിരിക്കും. ഇനി അതിൻ്റെ ട്രൂത്ത് ടേബിൾ വാല്യൂസ് ആണ്. ജസ്റ്റ് നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം. ആൻഡ് ഫംഗ്ഷൻ, ഓർ ഫംഗ്ഷൻ, ഈഫ് ദെൻ ഈഫ് ആൻഡ് ഓൺലി ഈഫ്, അതിൻ്റെ റെപ്രസെൻറ്റേഷൻ. സോ ഇംപ്ലിക്കേഷൻ എന്തായിരുന്നു? ഇംപ്ലിക്കേഷൻ ഈഫ് ദെൻ, ഇംപ്ലിക്കേഷൻ്റെ സിമ്പിളും. സോ ആൻ ഇംപ്ലിക്കേഷൻ എ ഇംപ്ലൈസ് ബി എന്ന് പറഞ്ഞാൽ എ ഇംപ്ലൈസ് ബി ഈസ് ദ പ്രപ്പോസിഷൻ if A then B, if A then B. So it is false if A is true and B is false. A ട്രൂവും B ഫോൾസും ആവണം. The rest cases are, ബാക്കിയുള്ള കേസിനൊക്കെ ട്രൂ ആയിരിക്കും. ഫിഗറിൽ നമുക്ക് കാണാൻ പറ്റും എയും ബിയും, എ ഇംപ്ലസ് ബിയും. ഇവിടെ എ ട്രൂവും ബി ഫോൾസും ആയിരിക്കുമ്പോൾ മാത്രമാണ് ഫോൾസ്, ബാക്കി കണ്ടീഷൻസിലേക്ക് ട്രൂ ആണ്. ഈക്വലൻസ്, ഈക്വലൻസ് എന്ന് പറഞ്ഞാൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ്. എ ഈക്വലൻ ബി എന്ന് പറഞ്ഞാൽ ബൈ കണ്ടീഷണൽ ലോജിക്കൽ കണക്റ്റീവ്.
വിച്ച് ഈസ് ട്രൂ വെൻ എ ആൻഡ് ബി ആർ സെയിം. എയും ബിയും സെയിം ആവുമ്പോൾ ഒന്നുമില്ലെങ്കിൽ രണ്ടും ട്രൂ ആയിരിക്കണം, അല്ലെങ്കിൽ രണ്ടും ഫോൾസ് ആയിരിക്കണം. അതാണ് ഇക്വലൻസ്. ട്രൂത്ത് ടേബിളിൽ മനസ്സിലാവും, രണ്ടും ട്രൂ ആയി. എയും ബിയും ട്രൂ ആകുമ്പോൾ എ ഇംപ്ലൈസ് ബി ട്രൂ ആണ്. എയും ബിയും ഫോൾസ് ആകുമ്പോൾ എ ഇംപ്ലൈസ് ബി ട്രൂ ആണ്. അതർ കേസസിലൊക്കെ ഫോൾസ് ആണ്. നെക്സ്റ്റ് ഈസ് അനദർ ടേം, tautology. On the basis of these operations on prepositions, inference rules can be formed. ഇപ്പോൾ മോളിൽ പറഞ്ഞ ആൻഡ് ഓർ ഇംപ്ലിക്കേഷൻ ഒക്കെ വെച്ചിട്ട് ഇൻഫറൻസ് റൂൾസ് ഫോം ചെയ്യാം. These rules produce certain prepositions that are always true irrespective of the truth values of preposition. അപ്പോൾ ചില പ്രപ്പോസിഷൻ എപ്പോഴും ട്രൂ ആയിരിക്കും. എന്ത് ട്രൂത്ത് വാല്യൂ ആണോ അങ്ങനെ ഒന്നും നോക്കാതെ തന്നെ ചില കേസസിൽ എപ്പോഴും ട്രൂ ആയി വരും. അപ്പോൾ ടോട്ടോളജി എന്ന് പറഞ്ഞാൽ എ ടോട്ടോളജി ഈസ് എ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്, ഒന്നിലധികം സ്റ്റേറ്റ്മെന്റ്. ടോട്ടോളജി ഈസ് എ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് വിച്ച് ഈസ് ട്രൂ ഫോർ എവറി വാല്യൂ ഓഫ് ദ ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്മെന്റ്. രണ്ട് ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്മെന്റിലും ട്രൂ ആയിരിക്കും. അപ്പോൾ എ ടോട്ടോളജി ഈസ് എ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് വിച്ച് ഈസ് ട്രൂ ഫോർ എവറി വാല്യൂ ഓഫ് ദ ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്മെന്റ്സ്. Either Mohan will go home or Mohan will not go home. He is healthy or he is not healthy. So show that P implies Q union Q implies P is a tautology. അപ്പോൾ ടോട്ടോളജി ആവണമെങ്കിൽ എന്തായിരിക്കണം? രണ്ട് സ്റ്റേറ്റ്മെന്റും ട്രൂ ആയിരിക്കണം. അങ്ങനെയാണ് ടോട്ടോളജി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ടോട്ടോളജി എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. ഏത് ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്മെന്റും അത് ട്രൂ ആയിരിക്കും. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മളത് ടോട്ടോളജി ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റണം. സോ ഒരു ടോട്ടോളജി തന്നിരിക്കുകയാണ്. ഇവിടെ എന്താണ്? എല്ലാ കണ്ടീഷനിലും ട്രൂ ആണ്. ഏത് സ്റ്റേറ്റ്മെന്റ് എടുത്താലും ട്രൂ ആണ്. അതുകൊണ്ട് P implies Q, Q implies P is a tautology. The truth values of prepositions are allowed to range over the unit interval 0, 1. ട്രൂത്ത് വാല്യൂസ് സീറോസിനും വണ്ണിനും ഇടയ്ക്കായിരിക്കും. എ ട്രൂത്ത് വാല്യൂ ഇൻ ഫസി ലോജിക് വെരി ട്രൂ മേ ബി ഇന്റർപ്രറ്റഡ് ആസ് എ ഫസി സെറ്റ് ഇൻ 0, 1. വെരി ട്രൂ. ട്രൂത്ത് വാല്യൂ ഓഫ് പ്രപ്പോസിഷൻ Z is A or truth value of A. Truth value of A is defined by a point in 0, 1 called numerical truth value, or a fuzzy set in 0, 1 is called linguistic truth value. എന്താണത്? ട്രൂത്ത് വാല്യൂ പ്രപ്പോസിഷൻ Z is A ഉണ്ടെന്ന് വിചാരിക്കുക. അതിന് നമ്മൾ സാധാ ന്യൂമറിക്കൽ റെപ്രസെൻറ്റേഷനിൽ നമ്മൾ എന്ത് പറയും? ന്യൂമറിക്കൽ ട്രൂത്ത് വാല്യൂ എന്ന് പറയും. അതേസമയം ഫസി സെറ്റിന്റെ കേസിൽ നമ്മൾ പറയുന്നത് ലിംഗ്വിസ്റ്റിക് ട്രൂത്ത് വാല്യൂ എന്നാണ്. ട്രൂത്ത് വാല്യൂ ഓഫ് എ പ്രപ്പോസിഷൻ ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഫ്രം ദ ലോജിക് ഓപ്പറേഷൻസ് ഓഫ് അതർ പ്രപ്പോസിഷൻ ഹൂസ് ട്രൂത്ത് വാല്യൂസ് ആർ നോൺ. നമുക്ക് അറിയാവുന്ന പ്രപ്പോസിഷൻ വെച്ചിട്ടാണ് നമുക്ക് ബാക്കി ട്രൂത്ത് വാല്യൂസ് നമുക്ക് ഇൻഫർ ചെയ്തെടുക്കാൻ പറ്റുന്നത്. ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ്. Truth value of x and truth value of y are numerical truth values of preposition x and y then. ഇവിടെ ന്യൂമറിക്കൽ ട്രൂത്ത് വാല്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കുള്ള ബേസിക് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർസെക്ഷൻ, യൂണിയൻ, കോംപ്ലിമെന്റ്, ഇംപ്ലിക്കേഷൻ. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ട്രൂത്ത് വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ. എക്സ് ഇന്റർസെക്ഷൻ വൈ, എക്സ് ആൻഡ് വൈ. അതായത് മിനിമം ഓഫ് ട്രൂത്ത് വാല്യൂ ഓഫ് എക്സ്, ട്രൂത്ത് വാല്യൂ ഓഫ് വൈ. രണ്ട് വാല്യൂ ഉണ്ടെങ്കിൽ അതിന്റെ മിനിമം 0.2, 0.3 ആണെങ്കിൽ ഇവിടെ ഇന്റർസെക്ഷന്റെ കേസിൽ നമ്മൾ 0.2 ആയിരിക്കും ചൂസ് ചെയ്യുക. യൂണിയൻ ആണെങ്കിൽ ഓർ ആണ്, അപ്പോൾ മാക്സിമം ആണ്. അപ്പോൾ 0.2, 0.3 ആണ് നമ്മുടെ വാല്യൂസ് എങ്കിൽ ഇവിടെ നമ്മൾ എന്തായിരിക്കും ചൂസ് ചെയ്യുക? മാക്സിമം. പിന്നെ കോംപ്ലിമെന്റ്, ട്രൂത്ത് വാല്യൂ നോട്ട് എക്സ്, 1 മൈനസ് ട്രൂത്ത് വാല്യൂ ഓഫ് എക്സ്, അതാണ് കോംപ്ലിമെന്റ്. ഇംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ 1 മൈനസ് ട്രൂത്ത് വാല്യൂ, മിനിമം ഓഫ് ട്രൂത്ത് വാല്യൂ ഓഫ് എക്സ്, ട്രൂത്ത് വാല്യൂ ഓഫ് വൈ, അതിൻ്റെ 1 മൈനസ് ദാറ്റ് വാല്യൂ. അത് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ മാക്സിമം ആയിരിക്കും എടുക്കുക.
ഇംപ്ലിക്കേഷൻ ദാറ്റ് ഈസ് ട്രൂത്ത് വാല്യൂ ഓഫ് എക്സ് ഇംപ്ലൈസ് ട്രൂത്ത് വാല്യൂ ഓഫ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ മിനിമം ഓഫ് ട്രൂത്ത് വാല്യൂ ഓഫ് എക്സ് ട്രൂത്ത് വാല്യൂ ഓഫ് വൈ കണ്ടുപിടിക്കും. അതിനോട് 1 മൈനസ് ട്രൂത്ത് വാല്യൂ ഓഫ് എക്സ് മിനിമം ട്രൂത്ത് വാല്യൂ ഓഫ് എക്സ് ട്രൂത്ത് വാല്യൂ ഓഫ് വൈ ചെയ്യും. അങ്ങനെയാണ് ഇംപ്ലിക്കേഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ഫസി പ്രപ്പോസിഷൻസ്. എന്താണെന്ന് നോക്കാം. A fuzzy proposition is a collection of declarative statements that have either a truth value true or a truth value false. Collection of declarative statements ആണിത്. അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. A proposition consists of proportional variables and connectives. കുറേ proportional variables ഉണ്ട്, അതിൻ്റെ connectives ഉണ്ട്. The proportional variables are denoted by capital letters. Proportional variables capital letters വെച്ചും the connective connects the proportional variables. Connectives എന്ത് ചെയ്യുന്നു? proportional variablesനെ കണക്ട് ചെയ്യുന്നു. എക്സാമ്പിൾ പറയാം. റാം is a boy. It returns truth value true. 12 plus 9 equal to 3 minus 2. So it returns the truth value false. ഇനി പ്രപ്പോസിഷൻ അല്ലാത്തതിന്റെ കേസ് പറയാം. a less than 2. It is because unless we give a specific value of a, we cannot say whether the statement is true or false. ട്രൂ ഫോൾസ് നമുക്ക് പറയാൻ പറ്റണം, എന്നാൽ മാത്രമേ നമുക്കതിനെ പ്രപ്പോസിഷൻ എന്ന് പറയാനാകൂ. ഇനി ഫസി പ്രപ്പോസിഷനിലുള്ള മെയിൻ കോമ്പണൻസ് ഫസി പ്രെഡിക്കേറ്റ്സ്, ഫസി പ്രെഡിക്കേറ്റ് മോഡിഫയർ, അങ്ങനെ. ഫസ്റ്റ് വൺ ഫസി പ്രെഡിക്കേറ്റ്സ്. ഇൻ എ ഫസി ലോജിക് ദ പ്രെഡിക്കേറ്റ്സ് ക്യാൻ ബി ഫസി. ഫസി ലോജിക്കിൽ പ്രെഡിക്കേറ്റ് ഫസി ആയിരിക്കും. So in this proposition, the predicate in the natural language are fuzzy rather than crisp. Example, tall, short, cute. ഇതെല്ലാം എന്താണ്? ഫസി വാല്യൂസ് ആണ്, ക്രിസ്പ് അല്ല. പീറ്റർ ഈസ് ടോൾ. ഹിയർ സബ്ജക്റ്റ് ഈസ് പീറ്റർ, പ്രെഡിക്കേറ്റ് ഈസ് ടോൾ. ആ ടോൾ ഒരു ലിംഗ്വിസ്റ്റിക് വാല്യൂ ആണ്, ക്രിസ്പ് വാല്യൂ അല്ല. ഫസി പ്രെഡിക്കേറ്റ് മോഡിഫയർ, ഈ പ്രെഡിക്കേറ്റിനെ മോഡിഫൈ ചെയ്യും, അതിനെയാണ് ഫസി പ്രെഡിക്കേറ്റ് മോഡിഫയർ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പീറ്റർ ഈസ് ടോൾ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പം എക്സാമ്പിൾ വേറൊരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഫസി പ്രെഡിക്കേറ്റ് മോഡിഫയറിന്. വാട്ടർ ഈസ് സ്ലൈറ്റ്ലി ഹോട്ട്, മോഡറേറ്റ്ലി കൂൾ. അതിൽ ആ ഹോട്ടിനെ ഒന്നുകൂടെ മോഡിഫൈ ചെയ്യുവാണ്, സ്ലൈറ്റ്ലി. അതാണ് ഫസി പ്രെഡിക്കേറ്റ് മോഡിഫയർ. സ്ലൈറ്റ്ലി ഹോട്ടിൽ സ്ലൈറ്റ്ലി ആണ് നമ്മുടെ പ്രെഡിക്കേറ്റ് മോഡിഫയർ. അടുത്തതാണ് ഫസി ക്വാണ്ടിഫയർ. നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യുവാണ്, അതായത് മെനി പീപ്പിൾ ആർ എഡ്യൂക്കേറ്റഡ്. മെനി ക്വാണ്ടിഫൈ ചെയ്യുവാണ്, നമ്മൾ എന്താണ് പീപ്പിളിനെ ക്വാണ്ടിഫൈ ചെയ്യുവാണ്. ഫസി ക്വാണ്ടിഫയർ മെനി പീപ്പിൾ, ആ സബ്ജക്റ്റ്, അതായത് ഒത്തിരി, ആ ഒരു എണ്ണം പറയുകയാണ്, ക്വാണ്ടിഫൈ ചെയ്യുവാണ്. അടുത്തതാണ് ഫസി ക്വാളിഫയേഴ്സ്. എക്സ് ഈസ് ടോ, in which tau is a fuzzy truth value. Fuzzy truth qualification ആണ് ഇവിടെ പറയുന്നത്. Truth qualification x is tau, in which tau is a fuzzy truth value. ഇനി ഫസി പ്രോബബിലിറ്റി ക്വാളിഫിക്കേഷൻ ആണ്. പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ലൈക്ലിഹുഡ് ഓഫ് ഒക്കറൻസ്, എത്രത്തോളം. ഇപ്പം നമ്മൾ കോയിൻ ടോസ് ചെയ്തു, ഹെഡ് വരാം ടെയിൽ വരാം, അതിനുള്ള likelihood of occurrence. अब likely, very likely, unlikely. Then fuzzy possibility qualification. Possible ആണോ? Quite possible. Almost impossible. അങ്ങനെ നമുക്ക് പോസിബിലിറ്റി വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇനി ഫസി യൂഷ്വാലിറ്റി ക്വാളിഫിക്കേഷൻ. യൂഷ്വാലിറ്റി, usually of x equal to usually of x is f, in which the subject x is a variable taking values in a universe and the predicate f is a fuzzy subset of universe. So universe of x equal to f. Usuality പറയാണ്, ഒരു യൂഷ്വൽ ട്രൂത്ത് പറയുവാണ്. ഫസി ട്രൂത്ത് ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഫസി ക്വാളിഫയറിലെ
കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ ഫസി ട്രൂത്ത് ക്വാളിഫിക്കേഷൻ ആണ്. എക്സാമ്പിൾ, പോൾ ഈസ് യങ് ഈസ് നോട്ട് വെരി ട്രൂ. ട്രൂ ആണോ ഫോൾസ് ആണോ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. കാർ ഈസ് ബ്ലാക്ക്. സോ ഒരു ക്വാളിഫൈഡ് പ്രപ്പോസിഷൻ, ക്വാളിഫൈങ് ഫസി ട്രൂത്ത് വാല്യൂ എല്ലാം നമുക്ക് ഇതൊക്കെ വെച്ച് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. പ്രോബബിലിറ്റി, ഇവിടെ പോളിസ് എന്നുള്ളത് ഇവിടെ പറയുകയാണ് ഈസ് ലൈക്ലി ട്രൂ, വെരി ലൈക്ലി, അൺലൈക്ലി, അങ്ങനെ വെച്ചിട്ട് നമ്മൾ പറയുമ്പോഴാണ് ഇതിന് പ്രോബബിലിറ്റി ക്വാളിഫിക്കേഷൻ ആകുന്നത്. പോസിബിലിറ്റി എന്ന് പറയുമ്പോൾ പോസിബിലിറ്റി നമ്മൾ നോക്കുവാണ്. ഫസി യൂഷ്വാലിറ്റി ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു വേരിയബിള് യൂണിവേഴ്സിൽ നിന്ന് നമ്മൾ വാല്യൂ എടുത്തു, അത് യൂഷ്വലി അത് അങ്ങനെ ആയിരിക്കുമോ എന്ന് ചെക്ക് ചെയ്യുവാണ്. The proposition that are usually true or the events that have high probability of occurrence are related by the concept of usuality qualification. Sun rises in the east. യൂഷ്വലായിട്ട് സംഭവിക്കുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റണം. ഇനി അടുത്തതാണ് ഫോർമേഷൻ ഓഫ് റൂൾസ്. ഫസി സിസ്റ്റം എന്ന് പറയാൻ തന്നെ നമുക്കറിയാം റൂൾ ബേസ്ഡ് സിസ്റ്റം ആണ്. ഓരോ റൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് ഇഫ് ആൻറ്റസിഡൻറ്റ് ദെൻ കോൺസിക്വൻറ്റ്. ഇഫ് സംതിങ് ഹാപ്പൻ ദെൻ ഇന്നത് വരും, അതാണ്. അത് നമുക്ക് ഇഫ് ദെൻ റൂൾ വെച്ചിട്ട് പറയാം. നിങ്ങൾ സിയിൽ ഇഫ് ദെൻ എൽസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഫ് ആൻറ്റസിഡൻറ്റ് ദെൻ കോൺസിക്വൻറ്റ്. If then rule based form is considered as the general way of representing human knowledge by forming natural language expressions. General way. If antecedent then the consequent. നമ്മൾ എങ്ങനെയാണ് ഇതിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നത് നോക്കാം. 3 ജനറൽ ഫോംസ് ഉണ്ട് ലിംഗ്വിസ്റ്റിക് വേരിയബിളിന്. ഫസ്റ്റ് വൺ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്, സെക്കൻഡ് വൺ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്, ദെൻ അൺകണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ്. അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു, കണ്ടീഷണൽ എന്ന് പറഞ്ഞാൽ ഇഫ് ദെൻ, അൺകണ്ടീഷണൽ സ്റ്റോപ്പ്, സ്റ്റാർട്ട്, ജംപ്, likewise no condition as there. First one is assignment statement, that is equal to വെച്ചിട്ട് നമ്മൾ വാല്യൂ അസൈൻ ചെയ്യുകയാണ്. y ഈക്വൽ ടു ബ്രൗൺ. അപ്പോൾ y എന്ന് പറഞ്ഞാൽ ഇനി എന്താണ്? ബ്രൗൺ ആണ്. കളർ ഈക്വൽ ടു ഓറഞ്ച്. അപ്പോൾ ഇനി കളർ എന്ന് പറഞ്ഞ വാല്യൂ എവിടെ വന്നാലും അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഓറഞ്ച് ആണ്. നമ്മൾ അസൈൻ ചെയ്യുകയാണ്. ദാറ്റ് ഈസ് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്. കണ്ടീഷണൽ, ഇഫ് ദെൻ റൂൾ ബേസ്ഡ് സിസ്റ്റം. ഇഫ് y is very cool then stop. y വളരെ തണുത്തെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. സോ ദാറ്റ് കണ്ടീഷൻ. ഇഫ് a is high then b is low else b is not low. അവിടെ ഒരു കണ്ടീഷനാണ് പറയുന്നത്. അൺകണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ്, ഇനി പ്രത്യേകിച്ച് കണ്ടീഷൻ ഒന്നുമില്ല. ഗോ ടു സം, സ്റ്റോപ്പ്, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ലിമിറ്റ്സ് ദ വാല്യൂ ഓഫ് എ വേരിയബിൾ ടു എ സ്പെസിഫിക് ക്വാണ്ടിറ്റി. ബോത്ത് കണ്ടീഷണൽ ആൻഡ് അൺകണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് place some restriction on the consequent of the rule based system. അപ്പോൾ നമുക്ക് കോൺസിക്വന്റിനെ റെസ്ട്രിക്ട് ചെയ്യാനാണ് ഈ കണ്ടീഷണൽ ആൻഡ് അൺകണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. The restriction statements are usually connected by linguistic connectives such as and, or else. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന കണക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? and, or else. Okay.